students, I am Mahima teacher. Welcome to Mahima teacher's physics classroom. Inspect nature. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫോക്കസ് ഏരിയ, 12th ഫോക്കസ് ഏരിയ, ലാസ്റ്റ് ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആകെ കൂടി ഫോക്കസ്ഡ് സെക്ഷനിൽ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ. റെക്ടിഫയേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സും. അപ്പോൾ ഇത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോക്കസ് ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ റെക്ടിഫയർ എന്ന് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് എന്താണ് PN ജംഗ്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ പ്രസ് ദ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 12th എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പ തന്നെയാണ് അല്ലേ. 10th ക്ലാസ്സിനെ പോലെ തന്നെ വളരെ വലിയൊരു കടമ്പയാണ് 12th ക്ലാസ് പാസ്സായി കിട്ടുക എന്നുള്ളത്. പാസ്സായാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് സെലക്ട് ചെയ്യുക, നീറ്റ് എക്സാം, അതുപോലെ JEE എക്സാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു സയൻസ് സെക്ഷനിലേക്ക് എടുക്കില്ലല്ലോ, വേറെ ഏതെങ്കിലും ഒരു കോഴ്സല്ലേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ സയൻസ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ടോപ്പിക്കാണ്. അപ്പം ഞാൻ ഈ സെക്ഷനിൽ നിങ്ങളുടെ എക്സാം ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷമുള്ള വീഡിയോസ് എല്ലാം ഞാൻ JEE നീറ്റ് ലെവലിലായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഫോക്കസ്ഡ് ഏരിയ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ഏരിയ ഞാൻ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വെറുതെ ഇങ്ങനെ സിനിമ കാണുന്ന പോലെ ഇരിക്കരുത്, ബുക്കും പെന്നും ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട്, സുന്ദരന്മാരായിട്ട്, നല്ല എനർജി ആയിട്ട് ഇരുന്ന് കാണണം കേട്ടോ. അതിനുശേഷം നിങ്ങളൊന്ന് എഴുതി നോക്കണം, ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എഴുതണം കേട്ടല്ലോ. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ കൂടി രണ്ട് ടോപ്പിക്കുള്ളൂ റെക്ടിഫയറിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ക്ലാസിഫിക്കേഷൻ, ഇതൊന്നും ഫോക്കസ്ഡ് ഏരിയയിലില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക എന്താണെന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന് കണ്ടക്ടിവിറ്റി ഇല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആളാണ് ആര്, ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടറിന് എന്തുകൊണ്ട് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റീനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡോപ്പിംഗ് വഴി, ഡോപ്പിംഗ് അപ്പോൾ എന്താണെന്ന് പറയണം അല്ലേ. അപ്പോൾ എന്തായാലും ഡോപ്പിംഗ് വഴി നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യും, നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അത് വർക്ക് ചെയ്യുക. ഇതിനെ നമുക്ക് ബൈ ആഡിങ് ദ ഇംപ്യൂരിറ്റീസ് നമുക്ക് കണ്ടക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യും. കണ്ടക്ടിവിറ്റി കൂട്ടാൻ പറ്റും, കണ്ടക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ സെമി കണ്ടക്ടർ. അതുകൊണ്ട് തന്നെയാണ് സെമി കണ്ടക്ടർ ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കഴിഞ്ഞും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് സെമി കണ്ടക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് സിലിക്കൺ അല്ലെങ്കിൽ ജെർമാനിയമാണ് കേട്ടോ. അപ്പോൾ പ്യോർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും, അതുപോലെ തന്നെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. അപ്പോൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടറാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടക്ടിവിറ്റി, അതിൻ്റെ നമ്പർ ഓഫ് ഹോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡോപ്പിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ ഫോമില് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. ഡോപ്പിംഗ് നടത്തിയ ശേഷം നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് വ്യത്യാസം ചോദിക്കില്ല, ഫോക്കസ്ഡ് ഏരിയയിൽ ഇതില്ല. എന്നാലും നിങ്ങൾക്ക് ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവാതെ വരും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലൂടെ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എൻ ടൈപ്പും പറ്റും, പി ടൈപ്പും പറ്റും. ഓക്കെ, ഇപ്പൊ എൻ ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ നമ്പർ ആയിരിക്കും കൂടുതൽ, പി ടൈപ്പിലാണെങ്കിൽ ഹോൾസിന്റെ നമ്പർ ആയിരിക്കും കൂടുതൽ. അപ്പൊ ഇത് തമ്മില് നമുക്ക് ഇത് ഫ്യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ ഡിസൈനിങ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങൾ കേൾക്കാം. പി എൻ ഡയോഡ്, അപ്പൊ പി സെക്ഷനും ഉണ്ടാവും, എൻ സെക്ഷനും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പി എൻ ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പി എൻ ജംഗ്ഷൻ ഡയോഡില് പി സൈഡില് ഹോൾസിന്റെ നമ്പർ ആയിരിക്കും കൂടുതൽ, എൻ സൈഡില് ഇലക്ട്രോൺസിന്റെ നമ്പർ ആയിരിക്കും. അപ്പൊ കൂടുതലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെജോറിറ്റി കാരിയേഴ്സ്, കുറവുള്ളതിനെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയാസിങ്. എന്താണ് പറയാ, ബയാസിങ് എന്ന് പറയും. ബയാസിങ്. അപ്പൊ ബയാസിങ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ബയാസിങ്? പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. ആ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ബയാസിങ് ആണ് നോക്കുന്നത്. രണ്ട് തരത്തിലുള്ള ബയാസിങ് ആണ് പറയുന്നത്. ഒന്ന് ഫോർവേഡ് ബയാസിങ്ങും രണ്ട് റിവേഴ്സ് ബയാസിങ്ങും. അപ്പൊ എന്താണ് ഫോർവേഡും റിവേഴ്സും? അപ്പൊ എന്താണ് ഫോർവേഡ് ബയാസിങ്? ഫോർവേഡ് ബയാസിങ് ഇറ്റ് ഈസ് എ ട്രൂ ടൈപ്പ് കണക്ഷൻ. ട്രൂ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മളിപ്പോ ഇത് പി, ഇത് എൻ ആണെങ്കിൽ പിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും എന്നിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ്. ഇറ്റ് ഈസ് എ ട്രൂ കണക്ഷൻ. ട്രൂ കണക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പിയിലാരും കൂടുതൽ, ഹോൾസ് ആണ് കൂടുതൽ അല്ലേ, ഇവിടെ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് റിപ്പൽ ചെയ്യും. ഈ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസുകൾ ഇവിടുന്ന് ഇങ്ങനെ റിപ്പൽ ചെയ്തിട്ട് ഇങ്ങോട്ട്. അപ്പൊ അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർമേഷന്റെ സമയത്ത് ഇങ്ങനെയല്ല സാധാരണ ഇരിക്കുക. ഇതിന്റെ ഇടയിൽ ഒരു റീജിയൻ ഉണ്ട് ഇതേപോലെ തന്നെ. നോക്കിയേ, ഈ സെക്ഷനിൽ എങ്ങനെയായിരിക്കും? അവിടെ ഇലക്ട്രോണുകളും ഇല്ല, ഹോളുകളും ഇല്ല. അതെല്ലാം ഇമ്മൊബൈൽ ചാർജസ് ആണ്. അവിടെ ഒന്നും അനങ്ങാതെ ഇവിടെ ഇല്ല, ന്യൂട്രൽ ആയിട്ട് പോയിട്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ശരിക്കും പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ശരിക്കുമുള്ള ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ സെക്ഷനൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് നമുക്ക് ഫോക്കസ്ഡ് ഏരിയയിൽ പറയണതിന് മുൻപ് ഇതൊന്ന് ശ്രദ്ധിക്കും. അപ്പം ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റീജിയൻ ക്രോസ് ചെയ്യണമെങ്കിൽ, അപ്പം ഇതിവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലുണ്ട് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. അതിന് എനർജി വേണം ഇതിനിങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടുന്ന് ഇലക്ട്രോണുകൾ റിപ്പൽ ചെയ്തിട്ട് ഇലക്ട്രോണുകൾ ഈ റീജിയനെ ക്രോസ് ചെയ്തിട്ട് ഇവിടേക്ക് എത്തും. അതായത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇസ് മൂവ്സ് ടുവേഴ്സ് പി സെക്ഷൻ. ഇലക്ട്രോൺസ് ഇവിടേക്ക് എത്തുമ്പോൾ അതുപോലെ തന്നെ ഹോൾസ് പിയിൽ നിന്നും എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, പിയിൽ നിന്നും എന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരു കറന്റ് ഫോം ചെയ്യുന്നുണ്ട് ഡ്യൂ ടു മെജോറിറ്റി കാരിയർ ഇലക്ട്രോണും അതുപോലെ തന്നെ ഹോൾ കറന്റും. അപ്പൊ ഇലക്ട്രോൺ കറന്റും ഹോൾ കറന്റും ഇവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇത്രയുള്ളത് ഇങ്ങനെ കുറഞ്ഞു ഇത്രയായി മാറും. അതിന് ആ ഒരു ഡിപ്ലീഷൻ ഒരു വിഡ്ത്ത് നാരോ ആയി പോകും. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്റ്റിംഗ് സ്റ്റേജിലാണെന്നാണ് പറയാം. ഇത്രേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. റെക്ടിഫയർ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് അറിയേണ്ട കാര്യം, ഫോർവേഡ്
ബയാസിംഗ് കണ്ടീഷൻ, ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി പിയിലേക്കും എന്നിലേക്കും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ്. ഈ ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്റ്റിംഗ് സ്റ്റേജിലാണ്. എന്താണ്? കണ്ടക്റ്റിംഗ് സ്റ്റേജിലാണ്, കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കണക്ഷനെ നമ്മൾ ട്രൂ കണക്ഷൻ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ബയാസിംഗ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച്, ഇപ്പൊ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ പിയും ഇത് എന്നും ആണെങ്കിൽ പി എന്നിലേക്കും എൻ പിയിലേക്കും, കണ്ടോ? നേരെ ഓപ്പോസിറ്റ്, പി എന്നിലേക്കും എൻ പിയിലേക്കും. പിന്നും പി എന്ന് നമുക്ക് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിനെയാണ് പറയുന്നത് കേട്ടോ. ഉള്ള ഹോൾസുകളൊക്കെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രോണുകളൊക്കെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് ആദ്യം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതിങ്ങനെ വിഡ്ത്ത് കൂടിക്കൂടി വരും. എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ കണ്ടക്റ്റിംഗ് സ്റ്റേജിലേക്ക് പോവാണ്. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നതിന്റെ വാല്യൂ വളരെ മിനിമം, ചെറിയ വാല്യൂ ആണ് കിട്ടുള്ളൂ. ഇറ്റ്സ് അബൌട്ട് 10⁻⁶ റേഞ്ചിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണമാണ്. മെജോറിറ്റി കാരിയേഴ്സ് ഒക്കെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോയി. അപ്പൊ അത് കാരണം നമുക്ക് കറണ്ട് കിട്ടുന്നില്ല. മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണമാണ് ഇവിടുത്തെ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജില്, റിവേഴ്സ് ബയാസ്ഡ് സ്റ്റേജില്, ഡയോഡ് എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റിംഗ് സ്റ്റേജിലാണ്, കണ്ടക്ട് ചെയ്യില്ലാത്ത ഒരു സ്റ്റേജിലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസിംഗ് അല്ലെങ്കിൽ ഫോൾസ് കണക്ഷൻ എന്ന് പറയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്ടിഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റെക്ടിഫയർ എന്താണെന്ന് അറിയണം, റെക്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയണം, എന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് റെക്ടിഫിക്കേഷൻ and what is rectifier? Rectification, it is the process of conversion of AC current into DC. നമുക്ക് എല്ലാ ഡിവൈസിലും AC വേണമെന്നില്ല, DC-യിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ AC-നെ നമ്മൾ എന്താക്കി എടുക്കണം? DC ആക്കി എടുക്കണം. ആ DC ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? റെക്ടിഫയർ എന്ന് പറയുന്നത് കേട്ടോ. AC-നെ DC ആക്കാനുള്ള ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് തരം റെക്ടിഫയർ ആണ്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും, രണ്ട് ഫുൾ വേവ് റെക്ടിഫയറും. വാട്ട് ഈസ് ഹാഫ് വേവ്? വാട്ട് ഈസ് ഫുൾ വേവ്? അപ്പൊ നമുക്ക് ആദ്യം ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് പരിചയപ്പെടാം. അതിന് മുൻപ് നമ്മൾ ഡയോഡിന്റെ സിമ്പൽ എന്താണെന്ന് നോക്കാം. ഡയോഡിന്റെ സിമ്പൽ ഇങ്ങനെയാണ് വരയ്ക്കുക കേട്ടോ. ഇത് പോസിറ്റീവ്, ഇത് N, ഇത് P, ഇത് N കേട്ടോ. P ടൈപ്പും ഇത് N ടൈപ്പ്. ഇത് ഒന്നിച്ച് വെക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ സിമ്പിൾ കാണിക്കുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണത്? ഡയോഡാണ് കേട്ടോ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കണക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇതെന്ത് സംഭവം? ഇതെന്താണ്? ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫോമർ. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ട്രാൻസ്ഫോമർ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പൊ എന്താ വാട്ട് ഈസ് സ്റ്റെപ്പ് അപ്പ്, വാട്ട് ഈസ് സ്റ്റെപ്പ് ഡൗൺ? നമുക്ക് 230 വോൾട്ട് AC സപ്ലൈ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അത്രയും ഒരു ഡിവൈസിലേക്ക് ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് കുറയ്ക്കണം, 10 വോൾട്ടിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. ഇനി വളരെ ഹൈ വോൾട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ AC ഇൻപുട്ട്, ഞാനിവിടെ ഒരു മൊബൈൽ ചാർജറിന്റെ ഒരു കാര്യമാണ് പറയണതെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ മൊബൈലിൽ നമ്മൾ ചാർജറിന് വേണ്ടി ഒരുപാട് അതിനകത്ത് വേറെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. ഇപ്പം ന്യൂ ആയിട്ടുള്ള മൊബൈൽ ചാർജറിൽ ഇതൊന്നും അല്ല കണക്ഷൻ. എന്നാലും നമ്മൾ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ ചാർജറിനെ യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ മൊബൈൽ ചാർജറിൽ നമുക്ക് DC ആണ് നമുക്ക് ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അതിനുള്ളിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിനെ AC-നെ എന്ത് സംഭവിക്കുന്നു? അതിനെ AC-യുടെ
230 വോൾട്ടിനെ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് 10 വോൾട്ടിലേക്ക് അല്ലെങ്കിൽ 15 വോൾട്ടിലേക്ക് നമ്മൾ അതിനെ ചെറുതാക്കി എടുത്തു. അതായത് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യം എ സി അല്ല. എ സി എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? നേരത്തെ പറഞ്ഞൊരു വേവിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. എ സി ഫോം എന്ന് പറയുന്നത് എ സി വേവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. ഇതിനൊരു പോസിറ്റീവും ഉണ്ടാവും, ഇതിന് നെഗറ്റീവും ഉണ്ടാവും. അപ്പൊ ഇതിന് എ സി, ഇപ്പൊ എ സി ആണ് നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. എ സി സിഗ്നൽ ആണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യമാണ്? ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ് കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഈ പോസിറ്റീവ് സെക്ഷൻ എടുക്കാന്ന് വിചാരിക്കുക, അപ്പർ ഹാഫ് മാത്രം എടുക്കുവാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഞാൻ ഇവിടെ 2 പേര് എഴുതാണ്, എ ഇത് ബി എന്ന് എഴുതാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ ആദ്യം വരണമെങ്കിൽ ഈ ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി എന്തായിട്ട് ആക്റ്റീവ്, നെഗറ്റീവ് ആയിട്ട് ആക്റ്റീവ് ചെയ്തോളും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയി വരുമ്പോൾ ഇവിടെ നോക്കൂ, ഈ പി എന്ന് പറയുന്നത് പി ഞാൻ ഇങ്ങനെ എഴുതുന്നു, പി തന്നെ പി പിയിലേക്ക് അല്ലെ. പി പോസിറ്റീവ് ഓഫ് ദി വേവിലേക്കാണ് കണക്ട്, എ സിയുടെ പോസിറ്റീവിലേക്കാണ് വന്നിരിക്കുന്നത്. പി പിയിലേക്കും എൻ നോക്കിയേ എന്നിലേക്കും. ഇവിടെ നെഗറ്റീവ് ആണ് ഓട്ടോമാറ്റിക്കലി, ഇവിടെ നെഗറ്റീവ്. അപ്പൊ ഇവിടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള കണ്ടീഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫോർവേഡ് ബയാസിംഗ് അല്ലെ. ഫോർവേഡ് ബയാസിംഗ് ഈസ് എ ട്രൂ കണക്ഷൻ. സോ ദ ഡയോഡ് ഈസ് കണ്ടക്ടിങ് സ്റ്റേജ്. കണ്ടക്ടിങ് സ്റ്റേജിലാണ് ഈ ഡയോഡ്. അപ്പൊ കണ്ടക്ടിങ് സ്റ്റേജിൽ അപ്പൊ ഈ RL എന്ത് സാധനമാണ്? RL ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗം. ഇവിടെയാണ് നമ്മളിപ്പം മൊബൈൽ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ചാർജ് ചെയ്യാൻ കുത്തി വെക്കുന്ന ഭാഗമാണ് ഈ RL എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത്. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ ഈ പോസിറ്റീവ് സൈക്കിളില് ഈ ഡയോഡ് ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിലേക്ക് വരുന്നു. സോ ഇറ്റ് ഈസ് കണ്ടക്ടിങ് സ്റ്റേജ് അല്ലെ. സോ ഇറ്റ് ഈസ് ഇൻ ദ കണ്ടക്ടിങ് സ്റ്റേജ്. അതുകൊണ്ട് തന്നെ ആ അപ്പർ ഹാഫിനെ അത് കടത്തിവിടും. അപ്പൊ RLല് എന്ത് വരും? ഈ അപ്പർ ഹാഫ് വരും, ഇങ്ങനെ വരും. ഓക്കെ. ഇനി അടുത്ത നെഗറ്റീവില്, ഇത് നെഗറ്റീവ് ആവുമ്പോൾ ഈ ഭാഗം നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബി എന്ന് പറയുന്നത് പോസിറ്റീവിലേക്ക് വരും. അപ്പൊ നമുക്ക് പി നെഗറ്റീവിലേക്കും എൻ പോസിറ്റീവിലേക്കും. അത് ഏത് കണ്ടീഷനാണ്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനാണ്. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യോ? ഇല്ല, കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവിനെ അത് കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ പോസിറ്റീവ് വരും. അപ്പൊ അതിനെ എന്ത് സംഭവിക്കും? അത് കടത്തിവിടും, കാരണം ഫോർവേഡ് ബയാസിംഗ് ആണ്. അപ്പൊ ഇവിടെ വീണ്ടും ഈ ഒരു രീതിയിൽ വരും. നോക്കിയേ. അപ്പൊ ലോവർ ഹാഫ് എല്ലാം കട്ട് ചെയ്ത് പോകും. അപ്പർ ഹാഫ് മാത്രമേ നമുക്ക് ഇവിടെ ഇൻപുട്ടിൽ കിട്ടുള്ളൂ, ഇങ്ങനെ കിട്ടുള്ളൂ. ലോവർ എല്ലാം കട്ട് ചെയ്തിട്ടാണ് വരിക. അപ്പൊ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഈ ടൈപ്പിന് എഫിഷ്യൻസി 40.6% എഫിഷ്യൻസി മാത്രമേ ഉള്ളൂ. ഒരു ഫുൾ എഫിഷ്യൻസി നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ഹാഫ് കിട്ടുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു മൊബൈൽ ചാർജ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യേണ്ടത് ഹാഫ് വേ റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് പോർഷൻ, എഫിഷ്യൻസി കുറവല്ല, ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എ സിനെ ഈ ഒരു തരത്തില്, ഇതിനകത്ത് എഫിഷ്യൻസി കുറവാണ്, റിപ്പിൾ ഫാക്ടർ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഇതിനകത്ത് അധികം വളരെ മെച്ചായിട്ടുള്ള ഒരു കാര്യമല്ല എന്ത് ഈ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഹാഫ് വേവ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല, കുറെ നേരം നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഡയോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ലോവർ ഹാഫിനെ കൂടെ നമുക്ക് കിട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണം. ഓക്കെ, ടെക്നിക്ക് ഉണ്ടല്ലോ. എന്താണ് ടെക്നിക്ക്? നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യാം, ഫുൾ വേവ് റെക്ടിഫയർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കണക്ഷൻ ഇതിനൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ആക്കേണ്ടി വരും. അപ്പൊ അത് എന്തൊക്കെയാണ് കണക്ഷൻ ചേഞ്ച് ആക്കേണ്ടി വരിക? അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മള് ഈ RLലേക്ക് മാച്ച് കളയാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു ഡയോഡ് ഒരെണ്ണം കൂടെ കണക്ട് ചെയ്യും. അപ്പൊ ഇത് D1 എന്ന് പറയുന്ന ഡയോഡ് ആണെങ്കിൽ ഇത് D2 എന്ന് പറഞ്ഞിട്ടുള്ള ഡയോഡ്. എന്നിട്ട് ഇവ രണ്ടും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ഔട്ട്പുട്ട് വേണമല്ലോ. അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ എവിടെ നിന്ന് കണക്ട് ചെയ്യും? ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു വെച്ചു എന്ന് വിചാരിക്കും
എന്തെങ്കിലും സംഭവിക്കുമോ? അതായത് ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, ഇത് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ബ്ലോക്കിംഗ് സ്റ്റേജിലേക്ക് വരില്ലേ? ഇവിടെ നെഗറ്റീവ്, ഇവിടെ കണ്ടക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല, ഇടയിൽ വെച്ചൊരു ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ RLനെ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇവിടുത്തെ ഒരു കോമൺ വയർ എടുക്കും, എന്നിട്ട് ഇവിടെ RLനെ കണക്ട് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ എങ്ങോട്ടായിരിക്കും കണക്ഷൻ വരിക? ഇതിന്റെ സെൻട്രിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ ട്രാൻസ്ഫോമർ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ, സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ എന്നാണ് പറയുന്നത്. സെന്റർ ടാപ്പ് എന്ന് നമ്മൾ എടുക്കുന്നതുകൊണ്ട് എന്താണ് വിളിക്കുന്നത്? സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇത് പോസിറ്റീവായി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നെഗറ്റീവായി. അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയാസിങ് വന്നു, ഈ ഡയോഡ് ആണെങ്കിൽ നെഗറ്റീവിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഇത് റിവേഴ്സ് ബയാസിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡയോഡ് നോൺ കണ്ടക്ടിങ് സ്റ്റേജിലും D1 എന്ന് പറയുന്നത് കണ്ടക്ടിങ് സ്റ്റേജിലുമാണ്. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത് D1 കാരണം ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, D1 കാരണം ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ RLയിലെ D1 കാരണം ഇങ്ങനെ കിട്ടും. അടുത്ത സൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആവും, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് നോൺ കണ്ടക്ടിങ് സ്റ്റേജിലേക്ക് വന്നു, D2 അപ്പോൾ കണ്ടക്ട് ചെയ്യും കേട്ടോ. ഇത് D2 കണ്ടക്ട് ചെയ്യും, അപ്പോൾ ഈ പോസിറ്റീവ് വീണ്ടും ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ ഇത് D2 കാരണം ഉണ്ടായത്. വീണ്ടും അടുത്ത സ്റ്റേജിൽ ഇത് പോസിറ്റീവ് ആവും, ഇവിടെ നെഗറ്റീവായി മാറും. അപ്പോൾ D1 എന്ന് പറയുന്നത് വീണ്ടും കണ്ടക്ടിങ് വന്നു, D2 നോൺ കണ്ടക്ടിങ്. അപ്പോൾ ഈ അടുത്തത് D1 കണ്ടോ, ഓരോന്ന് D1 കാരണം പിന്നെ D2 പിന്നെ D1 കാരണം. അതായത് ഒരു ഡയോഡ് കണ്ടക്ടിങ് ആണെങ്കിൽ മറ്റേ ഡയോഡ് എന്താവില്ല, കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, പോസിറ്റീവ് മാത്രമായിരിക്കും ഔട്ട്പുട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ എഫിഷ്യൻസി ഈസ് മോർ കമ്പയർഡ് ടു ഹാഫ് വേ റെക്ടിഫയർ. ഇറ്റ് ഈസ് അബൌട്ട് 81.2% ഒക്കെ നമുക്ക് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യേണ്ടത് നമുക്ക് 2 മണിക്കൂറിന് അടുത്തേക്ക് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫുൾ ചാർജ് ആകുന്നതായിരിക്കും. മൊബൈൽ ചാർജർ വെച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഇത് ഫോക്കസ്ഡ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹാഫ് വേ റെക്ടിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹാഫ് വേ റെക്ടിഫയറും അതുപോലെ തന്നെ ഫുൾ വേ റെക്ടിഫയറും. അതിൻ്റെ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്, ഈ ഗ്രാഫ് വരയ്ക്കാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിരിക്കും ചോദിക്കുക. അപ്പോൾ തെറ്റിപ്പോകരുത് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ. ഇവിടെ സെൻറ്റർ ടാപ്പിൽ നിന്ന് തന്നെ എടുത്തോണം, അല്ലാതെ പെട്ടെന്ന് ഓടി കയറിയിട്ട് ഇവിടെ RL എഴുതി വെച്ച് അങ്ങനെ നമ്മൾ ആൻസർ തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ മറന്നു പോവാത്ത ലെവലിൽ 1-2-3 പ്രാവശ്യം ഒന്ന് വരച്ചൊക്കെ നോക്കി പഠിച്ച ശേഷം എക്സാമിന് കയറേണ്ടതാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ്? ലോജിക് ഗേറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നതാണ് ഇനിയുള്ള ടോപ്പിക്ക്, ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ 2 ലെവൽസ് ഓഫ് വോൾട്ടേജ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1, നെഗറ്റീവ് ഒന്നുമില്ല, 2 ഇല്ല, 3 ഇല്ല, വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. മാക്സിമം എന്ന് പറയണതിന് 1, മിനിമം എന്ന് പറയണതിന് 0 ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലെവലിലാണുള്ള അങ്ങനെയുള്ള സിഗ്നൽസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഔട്ട്പുട്ടിൽ എപ്പോഴും നമ്മൾ 0, നോ എന്ന് പറയുന്നതിന് 0 കാണിക്കും, എസ് എന്ന് പറയുന്നതിന് 1 കാണിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മൾ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നതാണ് എന്താ, ലോജിക് ഗേറ്റ്സ്. ഇപ്പോൾ ലോജിക് ഗേറ്റ് കൊണ്ടുള്ള യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കാൽക്കുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യും, കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യും, അതുപോലെ തന്നെ റോബോട്ട്സുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ എല്ലാ കൺട്രോളിങ് ഡിവൈസസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ലോജിക് ഗേറ്റ്സ് ആണ് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കേട്ടോ. അപ്പോൾ ലോജിക് ഗേറ്റ്സ്, അപ്പോൾ ലോജിക് ഗേറ്റിന് അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, ഈ ന്യൂ വേൾഡിൽ നമുക്ക് ആവശ്യമുണ്ട് ഈ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ജോലി ഭാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് റോബോട്ടുകളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം,
അല്ലേ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോജിക് ഗേറ്റിനെ കുറിച്ചുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലോജിക് ഗേറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ അതിന് മുൻപേ ഇതിന് നമുക്ക് ഒരുപാട് ഇൻപുട്സുകൾ കൊടുക്കാം. അത്രയും നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് ഇൻപുട്ടുകൾ കൊടുക്കാം, പക്ഷെ ഓൺലി വൺ ഔട്ട്പുട്ട്, ഒറ്റ ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, 0 or 1. ഇൻപുട്ടായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇൻപുട്ടുകൾ കൊടുക്കാം, പക്ഷെ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 ഇതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ലോജിക് ഗേറ്റ്സിലുള്ള ഓപ്പറേഷൻസ് ഒന്ന് ജസ്റ്റ് ഈ ഓപ്ഷൻസ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഫ് y is the ഔട്ട്പുട്ട്, y ഔട്ട്പുട്ട് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്നാണല്ലോ പറഞ്ഞത്. പ്ലസ് ചെയ്യുന്ന ലോജിക് ഗേറ്റ് ഉണ്ട്, ഇൻറ്റു ചെയ്യുന്ന ലോജിക് ഗേറ്റ് ഉണ്ട്, ചിലത് ഇൻവേർട്ട് ചെയ്യുന്നു 0നെ 1 ആക്കുന്ന ലോജിക് ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1 + 1 എന്ന് പറയുന്നത് 1, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. 1 + 0 എന്ന് പറയുന്നത് 1, 0 + 1 എന്ന് പറയുന്നത് 1, 0 + 0 എന്ന് പറയുന്നത് 0. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ. പ്ലസ് ആവുന്നതാണെങ്കിൽ മാക്സിമം കൂട്ടുമ്പോഴും മാക്സിമം തന്നെ, മാക്സിമം ഒരു 0 ആണെങ്കിൽ മാക്സിമം 0 പ്ലസ് മാക്സിമം എന്ന് പറയുന്നത് 1, 0 വരുമ്പോൾ നമുക്ക് 0 തന്നെയായിരിക്കും ആൻസർ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ 1 × 1 എന്ന് പറയുന്നത് 1, 1 × 0യും 0 × 1ഉം എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. 0 × 0 എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അതുപോലെ ഇതിനെ ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണം, 0 എന്ന് കിട്ടും. 0നെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നായിരിക്കും നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത് കേട്ടോ, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെ ലോജിക് ഗേറ്റ്സുകളാണോ ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് ലോജിക് ഗേറ്റ്സ്? നമുക്ക് ആദ്യം തന്നെ ഒരു സിമ്പിൾ ഗേറ്റിനെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് ആണ് നമ്മൾ പറയുന്നത്. നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ, ഇതാണ് നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ. അപ്പോൾ അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ y എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണെങ്കിൽ അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് a ബാർ എന്നാണ്. അതായത് 1 ആണെങ്കിൽ 0 വരും, 0 ആണെങ്കിൽ 1 വരും. അപ്പോൾ നമുക്ക് ഇവിടെ അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് a ഇത് b എന്ന് എഴുതി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് b ആണെങ്കിൽ ഇത് a ഇത് b, ഇത് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 എന്ന് വരും, 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഇത് അതിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണം 1 0 ആയിപ്പോയി, 0. അപ്പോൾ ഒറ്റ ഔട്ട്പുട്ടും ഒറ്റ ഇൻപുട്ടും ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. 1 0 ആവും, 0 1 ആവും, ഇത്രയേ ഉള്ളൂ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഗേറ്റ് നോക്കാം, ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അതിൻ്റെ സിമ്പിൾ. ഇതാണ് അതിൻ്റെ സിമ്പിൾ. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. അപ്പൊ അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ y is equal to a plus b ആണ്, a plus b. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരുന്നു നോക്കിയേ. y ഇവിടെ y അല്ല, ഇവിടെ c ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ c is equal to a plus c is equal to a plus b, a b ഇത് c. ഓക്കെ, അപ്പോൾ 0 0 ആണെങ്കിൽ 0 plus 0 0, 0 1 ആണെങ്കിൽ 0 plus 1 1, 1 0 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 1. അപ്പോൾ ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഒക്കെ നിങ്ങൾ കാണാതെ മനസ്സിൽ വിചാരിക്കണം. ഇതൊന്ന് ഈ ബൂളിയൻ എക്സ്പ്രഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓർ ഗേറ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ആൻഡ് ഗേറ്റ്. ഈ ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും തമ്മിലായിരിക്കും ഒരു കൺഫ്യൂഷൻ. അയ്യോ ഇതെന്താണ്, സിമ്പിൾ ഇതാണോ? സിമ്പിളൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ഒരു മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് സിമ്പിളൊക്കെ. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൻഡ് ഓറും തമ്മിൽ വ്യത്യാസം നമുക്കൊന്നും അറിയാൻ വേണ്ട. ആൻഡ് നമ്മൾ AND എന്നാണ് എഴുതുന്നത്. അപ്പോൾ ആ ഡീനെ ഓർത്താൽ മതി, ഡി. അപ്പോൾ ആൻഡ് ഗേറ്റ്
ഗേറ്റിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഡി. ആൻഡ് ഗേറ്റ്, AND, ആൻഡ് ഗേറ്റ്. അപ്പൊ അതിനകത്ത് ഡി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ആ ഡി വലുതാക്കി നമ്മൾ എഴുതാം. കണ്ടോ, ഇത് A, ഇത് B, ഇത് C. അപ്പൊ ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ C എന്ന് എഴുതിക്കണം. A × B ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് A, ഇത് B, ഇത് C. 0 × 0 0, 0 × 1 0, 1 × 0 0, 1 × 1 1. ഓൺലി 1 മാക്സിമം വാല്യൂ, ഒരു ഒറ്റ മാക്സിമം വാല്യൂ ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ 0 മിനിമം വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആൻഡ് ഗേറ്റിനെയും ഓർ ഗേറ്റിലേക്കും നമുക്ക് നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യാം. നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ്, നോട്ട് വെച്ചിട്ട് അങ്ങോട്ട് പറയാം, നോട്ട് ഓർ, നോട്ട് ആൻഡ് അല്ലേ. അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു പേര് നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോർ, നാൻഡ്. അപ്പൊ നോർ നാൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. അപ്പൊ നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്? ഈ നാൻഡിനെയും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ? ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഗേറ്റ്സിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. നോട്ടിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, നാൻഡിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഓർ ഗേറ്റിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ നാൻഡ് ഗേറ്റിനെ നോർ ഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ആൻഡിന്റെ ഒപ്പം നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യാം. ആൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു, ഇതിന്റെ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ സിമ്പലിന് ഇങ്ങനെ ഒരു ലെവലിൽ ഒരു 0 എന്ന് പോലെ ഇട്ടാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ കേട്ടോ. ഇതാണ് അതിന്റെ സിമ്പൽ നാൻഡ് ഗേറ്റിന്റെ. അപ്പൊ ഇവിടെ A, ഇത് B, ഇത് C. A, B, C. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ എന്തായിരിക്കണം? ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും എന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് ആൻസർ കിട്ടിയാലും അത് ഇൻവേർട്ട് ചെയ്ത് പറഞ്ഞു. A, B, C. 0 0. ഇതിന്റെ ഓപ്പറേഷൻ എന്തായിരുന്നു? ഇൻറ്റു ആയിരുന്നു അല്ലേ. A × B ആണ്. അപ്പൊ ഇവിടെ 0 × 0 0 എന്നാണ് ആൻസർ. പക്ഷേ ഇവിടെ ഒരു നോട്ട് ഉള്ളതുകൊണ്ട് ആൻസർ 1 എന്ന് വരും. ഓക്കെ, ഇവിടെ 1 എന്ന് വന്നു. ഇനി ഇവിടെ 0 1 ആണെങ്കിലോ അതിന്റെ ആൻസർ 0 ആയപ്പോൾ 1 എന്ന് വരും. 1 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. അതിനെ തിരിച്ചിട്ട് പറയണം 1. 1 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നാണ് ആൻസർ വരിക. പക്ഷെ ഇത് നോട്ട് ഗേറ്റിന്റെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ 0 എന്നാണ് വരിക. അപ്പൊ ഇങ്ങനെ ഒരു ട്രൂത്ത് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം ഇതെന്താണ്? നാൻഡ് ഗേറ്റിന്റെ ആണ് കേട്ടോ. നാൻഡ് ഗേറ്റിന്റെ ആണ്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി പഠിച്ചോണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ കേട്ടു പിന്നെ അടുത്ത ദിവസം പോയി എഴുതി കഴിഞ്ഞാൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ ഏത് നേരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ JEE NEET ഒന്നും അല്ലല്ലോ, എൻട്രൻസ് മോഡലൊന്നും അല്ലല്ലോ. അപ്പം പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അത് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ട്രൂത്ത് ടേബിളും ബൂളിയൻ എക്സ്പ്രഷനും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്താ പറയുക? A × B യുടെ അതിൻ്റെ ബാറാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നത്. അതിൻ്റെ നേരെ തിരിച്ചുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? നോർ ഗേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അതിൻ്റെ അറ്റത്തൊരു നോട്ട്, ഇത് A, ഇത് B, ഇത് C. അല്ലെങ്കിൽ ഇതിന്റെ സിമ്പിൾ എന്തായിരിക്കും? ഇതിന്റെ സിമ്പിൾ ഇവിടെ ഒരു 0 ഇട്ട് വെച്ചാണ്. ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എഴുതാൻ പറ്റുമോ? തന്നെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി നോക്കാം. അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഓപ്പറേഷൻ A + B എന്നാണ്. അപ്പൊ ഇതിന്റെ ഇവിടേക്ക് പുറത്തേക്ക് വരുന്നത് A + B കഴിഞ്ഞിട്ട് ഒരു ബാറാണ്. ട്രൂത്ത് ടേബിൾ നിങ്ങൾ തന്നെ ചെയ്യൂ. തന്നെ ചെയ്ത ശേഷം ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോഴേ നോക്കണ്ട, ഫോണൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒന്ന് ചെയ്യുക, എന്നിട്ട് അവസാനം ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യമായിരിക്കും അല്ലേ. ശരിയായി കഴിഞ്ഞാൽ ഒരു സന്തോഷം വരും. അല്ലെങ്കിൽ ഇങ്ങനെ സിമ്മാണോ പോലെ വെറുതെ നോക്കിയിരുന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ A, B, C. അപ്പോൾ ഇവിടെ നമ്മൾ 0 0 എന്നിട്ടു. രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 0 എന്നാണ് വരിക. അതിന് പുറത്തേക്ക് വരുമ്പോൾ 1 എന്നാണ് വരിക. 0 1 പ്ലസ് ചെയ്യുമ്പോൾ 1 എന്നാണ് ആൻസർ വരിക. പുറത്തേക്ക് വരുമ്പോൾ നോട്ട് ഗേറ്റിൽ കൂടി വരുമ്പോൾ അത് 0 എന്ന് വരും. 1 0 ഇതേപോലെ തന്നെയാണ് 0 1 1
അപ്പോൾ എന്തിന് മാത്രമേ ഉള്ളൂ മാക്സിമം ഇവിടെ കിട്ടിയിരിക്കുന്നത്? 2 സ്വിച്ചും ഓഫ് ആണെങ്കിൽ മാത്രമേ ബൾബ് കത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ ഒരു സ്വിച്ച് ഓഫ്, ഒരു സ്വിച്ച് ഓൺ. അപ്പോൾ ഇവിടെ ബൾബ് കത്തിയില്ല. ഇവിടെ അതുപോലെ തന്നെ 2 സ്വിച്ച് ഓൺ ആക്കിയാലും ബൾബ് കത്തില്ല. അപ്പോൾ അതാണ് ബൾബ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ 2 സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ ബൾബ് കത്തി. അതാണ് എന്ത് ഈ നോർ ഗേറ്റിൽ വന്നത് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ബൾബൊക്കെ വെച്ചിട്ട് നമ്മൾ പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ ഇത് കഴിഞ്ഞിട്ടും കുറച്ച് ഗേറ്റ്സും കൂടെ ഉണ്ട്, എക്സോർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനില്ല, നമുക്ക് ഫോക്കസ് ഏരിയയിലില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കൂടുതലും ചോദിക്കുക. സിമ്പിൾ എന്താണ്, ട്രൂത്ത് ടേബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ടാവും, എന്നിട്ട് അത് എന്താണ്, ഏത് ഗേറ്റ്, ഐഡൻറ്റിഫൈ ദ ഗേറ്റ് ആൻഡ് ഡ്രോ ദ സിമ്പിൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് 2 പ്രോബ്ലം ചെയ്തിരുന്നെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പ്രോബ്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പ്രോബ്ലം ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. 2 പ്രോബ്ലം എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഐഡൻറ്റിഫൈ ദ ഗേറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു ട്രൂത്ത് ടേബിളും കൂടെ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ദ ഗേറ്റ്. അപ്പോൾ ഇതെന്താ ശരിക്കും വെച്ചിരിക്കുന്നത്? നമ്മൾ നാൻഡ് ഗേറ്റുകളാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരൊറ്റ ഇൻപുട്ടിനെ നമ്മൾ 2ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ഥലത്ത് 0 0 എന്ന് വരിക. ഇവിടെ നമ്മൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ഥലത്ത് 0 0 എന്ന് വരും. അപ്പോൾ 0 വരുമ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണ്? ഇൻറ്റു ആണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റു ആണ്. അപ്പോൾ 0 × 0 എന്ന് പറയുന്നത് 0, പുറത്തേക്ക് വരുമ്പോൾ 1 എന്ന് വരും. ഓക്കെ, 1 എന്ന് വന്നു. അപ്പോൾ ഇവിടെ 1ലേക്ക് വരും. ഇവിടെ നമ്മൾ 0 കൊടുത്തതെന്ന് വിചാരിക്കും, 0 0 1 എന്ന് വരും. ഈ 2 1 ഇതിൻ്റെ ഉള്ളിൽ കയറി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉള്ളിൽ 1 എന്ന് വരും, പുറത്തേക്ക് വരുമ്പോൾ 0 എന്ന് വരും. അപ്പോൾ അതിൻ്റെ നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ABC നിന്ന് 0 0 0 എന്ന് തന്നെയാണ് വന്നത്. ഓക്കെ, അടുത്ത നമ്മളിവിടെ 1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. 1 കൊടുത്തു, 2 സ്ഥലത്തും 1 കൊടുത്തു. 1 എന്ന് കൊടുക്കുമ്പോൾ ഈ 2 എണ്ണത്തിലും 1, ഇവിടെ 1, ഇത് 1, ഇത് 1. പുറത്തേക്ക് വരുമ്പോൾ ഇത് 0, ഇത് 0, ഇവിടെ ഇത് 0 0 0 × 0 0 എന്ന് വരും. പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ 1 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 2 സ്ഥലത്ത് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് 1 എന്ന് തന്നെയാണ്. ഇനി ഇവിടെ 1 ഇവിടെ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത് 0 0 എന്ന് വന്നു. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് വന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 0 എന്ന് വന്നു. പുറത്തേക്ക് വരുമ്പോൾ 1. അതായത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1 0 എന്ന് കൊടുത്താലും 1. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 എണ്ണം 1, ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, പുറത്തേക്ക് വരുമ്പോൾ 0. ഇവിടെ 0, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ഥലത്തും 0 0, ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു 0, പുറത്തേക്ക് വരുമ്പോൾ 1. അപ്പോൾ ഇവിടെ 0യും 1ഉം ആയിട്ടാണ് വരുന്നത്. 0 × 1 എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ ഇൻവേർഷൻ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് 1 ആയിട്ട് വരും. ആ ഓപ്പറേഷൻ തന്നെയാണ് ഇത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്താലും സെയിം ലെവൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഈ ഒരു ട്രൂത്ത് ടേബിൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കിട്ടിയോ നിങ്ങൾക്ക്? മറിച്ച് നോക്കിയപ്പോൾ കിട്ടിയോ? ഏതാണ്? ഓർ ഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഗേറ്റ് എന്ന് വെച്ചാൽ ഇത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ അതാണ് ആൻസർ. ഇതാണ് എൻ്റെ ട്രൂത്ത് ടേബിൾ. ഓർ ഗേറ്റ് ആണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഓർ ഗേറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും നോക്കാം. ഈ പി എന്താണ്, ക്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പി എന്താ ശരിക്കും എന്താ? പി എന്ന് പറയുന്നത് ഓർ ഗേറ്റ്, ക്യൂ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ്. ഇത് ഓറും ഇത് ആൻഡും ആണ്. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ ഇത് എ, ഇത് ബി, ഇവിടെ എക്സ്. അപ്പം നമ്മൾ ട്രൂത്ത് ടേബിളിൽ അതാണ് എഴുതേണ്ടത്. എ ബി എക്സ്, എ ബി എക്സ്. അപ്പം ആദ്യം നമുക്ക് 0 കൊടുക്കാം. 0 0. ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു.
ഉള്ളിലേക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ എന്താണ്? ഓർ ഗേറ്റിന്റെ എ പ്ലസ് ബി ആണ്. ഇതാണെങ്കിൽ എ ഇൻറ്റു ബി ആണ് കേട്ടോ. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 + 0 0. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ 0 എന്ന് വരും. ഈ 0 തന്നെയാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 0 ഇവിടെ ഉള്ളിൽ കയറി മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0 × 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ 0, ഇത് 1 എന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഉള്ളിൽ പ്ലസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഈ 0 ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ 0യും 1ഉം കൂടെ ചേർന്നിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് തന്നെ വരും. അപ്പോൾ ഇവിടെ 0, ഇത് 1 ആണെങ്കിൽ 0 എന്ന് തന്നെയായിരിക്കും ആൻസർ. ഇനി ഞാൻ തിരിച്ച് ഇവിടെ 1, ഇത് 0, രണ്ടും കൂടെ ഉള്ളിൽ കയറുന്നു, പ്ലസ് ചെയ്യുന്നു. പ്ലസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഈ 1 ഇവിടെ 1. ഓക്കെ, അപ്പോൾ 1ഉം 1ഉം കൂടെയാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 എന്നായിരിക്കും ആൻസർ വരിക. ഇനി അടുത്ത കേസിൽ രണ്ടും 1 ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലസ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഇവിടെ 1. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ ഇടവരുത്തട്ടെ കേട്ടോ. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടണമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എൻട്രൻസിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് അടുത്ത് തന്നെ നമ്മളുടെ ഈ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫോക്കസ്ഡ് ഏരിയ മാത്രമാണ്. നന്നായി പഠിക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. സി ഓൺ അനദർ സെക്ഷൻ വിത്ത് അനദർ ടോപ്പിക്. ബൈ.